ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിലെന്ന് വേണമെങ്കിലോ ഞങ്ങളുടെ ലൈഫിലെന്ന് വേണമെങ്കിലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. അപ്പൊ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം കേട്ടോ. കാരണം ഈ വീഡിയോ ഫുള്ള് കാണണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ജീവിതമായിട്ട് ഒത്തിരി ബന്ധമുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വീഡിയോ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ കാണണം. കാരണം നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ കാണണേന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഈ വീഡിയോയ്ക്ക് അത് അമ്മയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ രാവിലെ വന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട് പണിയാനുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് ഇത്ര പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിന്റെ പ്ലാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം വീടിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് റെഡി ആയിട്ടില്ല. ഒരു ഫസ്റ്റ് ആദ്യം ഒന്ന് രണ്ട് പ്ലാൻ അവർ ചെയ്തായിരുന്നു. അതിനുശേഷം നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്ലാൻ കിട്ടി. ഇപ്പൊ ആ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ പ്ലാനിലും കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഇനിയും വരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ പ്ലാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം, ഇതിനെക്കുറിച്ചൊന്ന് പറയാനൊക്കെ ഞാൻ വിചാരിച്ചത്. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ വീട് പണിയുന്നുണ്ടല്ലോ. ഇപ്പൊ വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും ഇതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളാണേലും നിങ്ങൾ ഓരോരുത്തരാണേലും വീട് വെക്കുന്ന സമയത്ത് നമുക്ക് അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാണണം തീർച്ചയായിട്ടും എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മളുടെ താമസിക്കുന്ന ആൾക്കാരുടെ സൗകര്യം അനുസരിച്ചാണല്ലോ വീട് പണിയുന്നത്, അല്ലെ? നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് വീട് പണിയുന്നത്. അപ്പൊ നമ്മൾ എഞ്ചിനീയറെ കണ്ടപ്പോൾ ആദ്യമേ നമ്മളോട് എഞ്ചിനീയർ ചോദിച്ച കാര്യം, എന്തൊക്കെയാണ് പ്ലാൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഒന്നാമത്തെ കാര്യമുള്ളത്, ഞാൻ അന്ന് എഞ്ചിനീയറോട് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് യൂട്ടിലിറ്റി ഏരിയ, അതായത് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ, എന്നാൽ ബെഡ്റൂമിന് വലിയ പ്രാധാന്യം വേണ്ട എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബെഡ്റൂം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ബെഡ്റൂം ഉപയോഗിക്കുന്നു. എന്നാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ, നമുക്ക് വീട്ടിൽ ഒന്നിച്ചിരിക്കാനും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, സ്പേസ് കുറച്ച് വേണം. അങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആകെ ഇത് 6.25 സെന്റ് സ്ഥലമാണ് ഫുൾ ഉള്ളത്. അതിൽ കുറെ സ്ഥലം മുകളിൽ വന്നിട്ട് നമ്മളിപ്പോ ഈ ഒരു ലെവല് ചെയ്തിരിക്കുന്ന പ്ലോട്ട് വന്നിട്ട് ഒരു 4.5 സെന്റ് അത്രയാണ് കാണത്തുള്ളൂ. ഞാൻ കൃത്യമായിട്ട് അത് അളന്ന് നോക്കിയിട്ടില്ല. ഈ സ്ഥലത്തിന്റെ ഫ്രണ്ട് പോർഷനില്ലേ, ആ മുൻപ് വശം എന്ന് പറയുന്നത് 16 മീറ്റർ നീളാണ് അതിനുള്ളത്. പിന്നെ ഈ ഒരു തറ കെട്ടിയിരിക്കുന്ന ഈ ഒരു പോർഷൻ ഇല്ലേ, ഇവിടം വരെ, ഈ തറ കെട്ടിയിരിക്കുന്ന അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റം വരെ 10 മീറ്റർ നീളാണ് ഇവിടെ ഉള്ളത്. പിന്നെ വരുന്നത് ആ ഒരു കെട്ടിന്റെ ബാക്ക് സൈഡ്, ആ സൈഡ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 5.5 മീറ്റർ, അത്ര 5 മീറ്റർ, ആ 5 മീറ്റർ അത്ര ഇല്ല, അത്രയാണ് ഉള്ളൂ. പക്ഷെ അത് മൊത്തം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതൊരു ത്രികോണാകൃതിയിലുള്ള സ്ഥലമാണ്. പിന്നെ മുകളിലേക്കാണ് സ്ഥലം. ആ മുകളിലെ സ്ഥലം നമുക്ക് വലിയ കാര്യമില്ല, അത് ഞാൻ പറയാട്ടോ. അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പം ഇതാണ് വീടിന്റെ ഒരു പ്ലോട്ട്. ഇങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ പ്ലാൻ വരച്ച. ഇതാണ് ഇത് 2 നിലയുടെയും കൂടിയാണ് കേട്ടോ, താഴത്തെയും മുകളിലത്തെയും കൂടെ. പക്ഷെങ്കിൽ നമുക്ക് 2 നിലയും കൂടെ പണിയുക എന്നുള്ള, ഒരു നില പണിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ 2 നില പണിയുന്നത് എങ്ങനെയാണ്? അപ്പൊ അതുകൊണ്ട് തന്നെ താഴത്തെ ഒരു നിലയിലേക്ക് ആക്കി ഒതുക്കി ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്ലാൻ ഒന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടി പ്ലാൻ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. നിങ്ങളുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പറയാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ഈ പ്ലാൻ വിശദമായിട്ടൊന്ന് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ. ഇതിന്റെ അകത്ത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ, താഴത്തെ നില ഇതാണ്, മുകളിലത്തെ നില ഇതാണ്. ഇതിൽ നമുക്ക് ഒരു നിലയിലേക്ക് ഒതുക്കി നമുക്ക് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോ വിചാരിക്കുന്നത്. അപ്പൊ ഈ പ്ലാൻ നമുക്ക് കൃത്യമായിട്ടൊന്ന് കാണാൻ കേട്ടോ. 917 സ്ക്വയർ ഫീറ്റ് ആണ് താഴെയും, മുകളില് 900 അത്രയും തന്നെ സെയിം ആണ് വരുന്നത്. 17 മൊത്തം വരുമ്പോൾ 1834 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. വാൾ തിക്നെസ്, അങ്ങനെ ടോട്ടൽ ഏരിയ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന്റെ അകത്ത് ഈ കാണുന്നതാണ് നമ്മളുടെ സിറ്റ് ഔട്ട്, കണ്ടില്ലേ? ഇത് സിറ്റ് ഔട്ട് 372 147, ഇതാണ് സിറ്റ് ഔട്ടിന്റെ ഏരിയ. ഈ സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് കേട്ടോ. ലിവിങ് ഏരിയ എന്ന് പറയുമ്പോൾ 372 480 ആണ് ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത്. അപ്പൊ ഇത്രയും നമ്മുടെ ലിവിങ് ഏരിയ വന്നു. ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടക്കുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. കണ്ടില്ലേ? ഇവിടെയാണ് ഡൈനിങ് ടേബിളിന്റെ സ്പേസ് വരുന്നത്. ഇവിടെയാണ്. ഇനി ഇവിടെ ഇതിന്റെ അകത്ത് തന്നെ ഇവിടെ ഡൈനിങ് ടേബിളിന്റെ സ്പേസിങ് വരും. പിന്നെ ഇവിടെ നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട്. അത് 180 141 ആണ് അതിന്റെ സൈസ്.
ഡൈനിങ് ഏരിയയുടെ സൈസ് വന്നിട്ട് 525 327. അതാണ് ഡൈനിങ് ഏരിയയുടെ സ്പേസ് വരുന്നത്, അത്രയാണ് കേട്ടോ. ഇനി അവിടുന്ന് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ കിച്ചൺ നമുക്ക് കണ്ടോ 264 300 കിച്ചണിന്റെ സൈസ് വരുന്നത്. ഇത്രയുള്ള ചെറിയ കിച്ചണാണ് ഇവിടെ ചെയ്തേക്കുന്നത്. കണ്ടോ, ഒരു കുഞ്ഞു കിച്ചണാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ ആണ് കേട്ടോ. അത് 240 300. ഇത് രണ്ടും ഏതാണ്ട് സെയിം വരുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ വ്യത്യാസമാണ് ഇതിനുള്ളത്. ഈ കിച്ചണിന്റെ അത്രയും തന്നെ സ്പേസിങ് വരുന്നുണ്ട് ഇവിടെയും വരുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിനും കൗണ്ടറും ഒക്കെ വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ വന്നു, കിച്ചൺ ഇങ്ങനെ വന്നു, ഇവിടെ ഡൈനിങ് സ്പേസ് വന്നു, ഇവിടെ ഹാള് വന്നു, ഇവിടെ സിറ്റ് ഔട്ട് വന്നു. ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ അകത്ത് നമ്മൾ പോട്ട് ത്രികോണ എന്നുള്ള ആകൃതിയിലായതുകൊണ്ട് തന്നെ ഈ കാണുന്ന സ്പേസ് ആണ് നമ്മുടെ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് 303 429. ഇതാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഓക്കെ, ബെഡ് സ്പേസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണേലും മാറ്റാം. 2 വിൻഡോ ഉണ്ട് ഇവിടെ. വിൻഡോ ഈ വിൻഡോയുടെ കാര്യം എനിക്ക് സംശയം. തുറക്കാം. 1 മീറ്റർ ഇവിടെ വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇവിടെ നമ്മുടെ മതിൽക്കെട്ട് വരുന്നില്ല, ആ ഒരു റിട്ടേൺ വാൾ പോലെ വരുന്ന സ്ഥലമാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ബെഡ്റൂം വന്നു. ഇവിടെ ടോയ്ലറ്റ് 240 130. ഈ ടോയ്ലറ്റിനേക്കാളും കുറച്ച് വലുതാണ് ഈ ടോയ്ലറ്റ് അല്ലേ? അതെ. അപ്പൊ ഈ 2 ടോയ്ലറ്റ്, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ശരിക്കും ഒരു ബെഡ്റൂമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും സുഖമില്ലാതെയൊക്കെ ഇരിക്കുവാണല്ലോ ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ ബെഡ്റൂമിൽ വരുമ്പോഴത്തേക്കും വേറൊരാൾ കൂടി അടുത്തുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഒരു ബെഡ്റൂം എവിടെ ഇനി സെറ്റ് ചെയ്യും എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ട് മാറിയേക്കാണ്. പിന്നെ നമ്മൾ ചെയ്തൊരു ചേഞ്ച്, അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ആ ചേഞ്ച് ഒന്ന് നോക്കണം കേട്ടോ. ഈ കിച്ചണിന്റെ അകത്ത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കിച്ചണാണിത്, അവിടെ വർക്ക് ഏരിയ ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കിച്ചണും വർക്ക് ഏരിയയും കൂടെ ഒന്നിച്ചങ്ങാക്കി വിശാലമായൊരു കിച്ചണാക്കി മാറ്റാം എന്ന് പറഞ്ഞു. കിച്ചൺ അത്യാവശ്യം വലുതാക്കിയിട്ട് കുഞ്ഞൊരു വർക്ക് ഏരിയ മതി. ജസ്റ്റ് ഒരു ഫിഷ് കട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെറിയൊരു കൗണ്ടർ വരുന്ന രീതിയിലുള്ള കുഞ്ഞൊരു വർക്ക് ഏരിയ മതി. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 1 മീറ്റർ നമ്മൾ വിട്ടിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഷീറ്റ് വല്ലതും ഇട്ടിട്ട് ഒരു വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. വേണമെങ്കിൽ ചുമ്മാ ജസ്റ്റ് അങ്ങനെയാണെങ്കിലും മതിയല്ലോ എന്നുള്ളത് കൊണ്ട് കിച്ചൺ അങ്ങ് ഒന്നിച്ചാക്കാൻ പറ്റും. ആ തീരുമാനം നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല, അത് ഇങ്ങനെ 2ആയിട്ട് ഇടുന്നതാണോ നല്ലത്, അത് നിങ്ങൾ പറയണം. പിന്നെ ഇവിടെ നമ്മൾ ഇനി ഒരു ബെഡ്റൂം കൊടുക്കും. അപ്പൊ അത് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ഇത് ഇനി ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്പേസ് വളരെ കുറഞ്ഞു പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൺജസ്റ്റഡ് ആയി പോകുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഹാളും ഇതും കൂടെ വരുന്ന ഒരു L ഷേപ്പിലാണ് വരുന്നത്. കുറച്ച് പ്രൈവസി ഫീൽ ചെയ്യും. അപ്പൊ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു നല്ല ലിവിങ്ങിലേക്ക് വരുന്നു. ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാണ് ഈ ബെഡ്റൂമിലേക്ക് ഡോർ ഇങ്ങനെ സൈഡിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഉള്ളത് ഇവിടെ വലിയ മാളൊന്നും ഇല്ല കേട്ടോ. ഇതും തമ്മിൽ ഓപ്പൺ ആയിട്ടാണ് ചെറിയൊരു വാള് മാത്രമാണ് ഇച്ചിരി ഇങ്ങോട്ട് തള്ളി വരുന്നുള്ളൂ. ബാക്കി ഇത് മൊത്തം ഓപ്പൺ ആണ് ഈ സ്ഥലം. പിന്നെ ഇവിടെ സ്റ്റെയർ കൊടുക്കുന്ന, കയറി വരുമ്പോൾ സ്റ്റെയർ കാണണമെന്നുള്ളതാണ് ഇവിടെ സ്റ്റെയർ അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 917 സ്ക്വയർ ഫീറ്റ് മതിയായിരുന്നു. ഈ 917 സ്ക്വയർ ഫീറ്റിൽ തന്നെ ഒരു ബെഡ്റൂമും കൂടെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഈ ഒറ്റ നില കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒരു റൂം, എനിക്കൊരു റൂം, അങ്ങനെ കിട്ടിയായിരുന്നു. ഞങ്ങളെല്ലാവരും താഴെയായേനെ. നമുക്ക് മുകളിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് ടെറസായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പിന്നെ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സ്റ്റെയർ എങ്ങോട്ടേലും മാറ്റിയിട്ട്, ഇത് നല്ല തീരുമാനമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഈ സ്റ്റെയർ ഇവിടുന്ന് എങ്ങോട്ടേലും ഒന്ന് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് കിച്ചൺ ആക്കുക. ഓപ്പൺ കിച്ചൺ ഇവിടെ കൊടുത്തിട്ട്, ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു, ഓപ്പൺ കിച്ചൺ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ലിവിങ് ഒന്ന് ഒതുക്കിയിട്ട് ഡൈനിങ് സ്പേസ് ഇവിടെ തന്നെ കൊടുത്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇവിടെ ഡൈനിങ്ങും ഇവിടെ ഓപ്പൺ കിച്ചണും. അപ്പൊ അത് എത്രമാത്രം പ്രായോഗികമായിട്ട് ശരിയാവും എനിക്ക് അറിയത്തില്ല. എങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ബെഡ്റൂം കൊടുക്കാം, ഈ ഒരു സംഭവം ഒരു ബെഡ്റൂം ആക്കി മാറ്റാം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു കിച്ചൺ. ഇത് ശരിയാണോ നിങ്ങളൊന്ന് പറഞ്ഞു. ഇവിടെ കിച്ചണും കൊടുക്കാം. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ആൾക്കാരൊന്നും ഇല്ലല്ലോ, അപ്പൊ കുഞ്ഞൊരു ഡൈനിങ് ഏരിയയും ഇതും കൂടെ കൊടുക്കാം. പിന്നെ ഇത് ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ ഈ കിച്ചണും ഇതിന്റെ അകത്ത് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ടിപ്പിക്കൽ ടൈപ്പ് കിച്ചണിന് പകരമായിട്ട് ഐലൻഡ് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചുറ്റിനുള്ള സ്പേസും കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഒന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിലാണെങ്കിൽ ഐലൻഡ് ടൈപ്പ് കിച്ചൺ ആകുമ്പോൾ കുറച്ചും നമുക്ക് വീഡിയോ എടുക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടിപ്പിക്കൽ കിച്ചൺ നമ്മൾ ഭിത്തിപ്പുറത്തേക്കല്ലേ, ഭിത്തിയുടെ സൈഡിലേക്ക് നിന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ വീഡിയോ പർപ്പസ് നോക്കുവാണെങ്കിൽ നമുക്ക് തിരിഞ്ഞു നിന്ന്, അതായത് ഐലൻഡ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ താഴത്തെ നിലയുടെ പ്ലാൻ ഇതാണ് കേട്ടോ. ഇനി മുകളിലത്തെ നില നമുക്ക് കാണാം, ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴേക്കും നോക്കൂ, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇവിടുന്ന് താഴത്തുനിന്ന് ഇപ്പോൾ ഉള്ളതിനകത്ത് ഇത്രയും ഭാഗം ഓപ്പൺ ആണ്. ഇവിടുന്ന് നമ്മൾ സ്റ്റെയർ കയറി വരുന്നു. സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ചെറിയൊരു ലിവിങ് ഏരിയ വരുന്നു. ഇനി ചെറിയൊരു ലിവിങ് ഏരിയ ഇവിടെ വരുന്നു. ഇവിടെയും ഒരു വലിയ ലിവിങ് ഏരിയ, താഴെ വന്ന അതേ വലിപ്പത്തിലുള്ള വലിയ വിശാലമായ ലിവിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ആ ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടൊരു ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട്, ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ ബെഡ്റൂമും ടോയ്ലറ്റും വരുന്നത് നമ്മുടെ കിച്ചന്റെ മുകളിലാണ്. അപ്പൊ ഇവിടെ ഈ ടോയ്ലറ്റ് വന്നപ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ താഴെ കിച്ചൺ അല്ലേ, ഇവിടെ ടോയ്ലറ്റ് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞിരുന്നതനുസരിച്ച് ഇവിടെ വർക്ക് ഏരിയ ആയതുകൊണ്ടാണ് ഇതിന് മുകളിൽ ടോയ്ലറ്റ് വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നിച്ചാക്കാൻ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഒറ്റ കിച്ചൺ ആക്കി മാറ്റുവാണെങ്കിൽ ഈ ഫ്ലോറിൽ നമുക്ക് ടോയ്ലറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഇവിടെ ടോയ്ലറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അതിന്റെ പൈപ്പിങ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കിച്ചന്റെ മുകളിൽ ടോയ്ലറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൂമിന് ടോയ്ലറ്റ് ഇല്ല. ഇതൊരു പ്രശ്നമാണ്. ഇത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, ഇവിടെ ടോയ്ലറ്റ് ഇല്ല. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ബെഡ്റൂം, നമ്മുടെ താഴത്തെ ബെഡ്റൂമിന് നേരെ മുകളിൽ സെയിം ടോയ്ലറ്റ് ആണ് വരുന്നത്. ഇതിന് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ചോദിച്ചു ഇവിടെ ടോയ്ലറ്റ് നമുക്കൊരു കാര്യം എങ്ങനെയാണ് കോമൺ ആക്കാം. ഇതിപ്പോ ഈ മുറിയുടെ ടോയ്ലറ്റ് ആണ്. ഈ ടോയ്ലറ്റ് കോമൺ ആക്കി കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിലെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. ഇതൊരു വലിയ ബെഡ്റൂം ആയിട്ട് കിട്ടും. പക്ഷെങ്കിൽ അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഈ ടോയ്ലറ്റ് വേണമെങ്കിൽ ഇവർക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ റൂമിന് ടോയ്ലറ്റ് ഇല്ല. ഈ റൂമിന് ടോയ്ലറ്റ് ഇല്ലാതെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു വേണമെങ്കിൽ റൂമിന്റെ അകത്ത് തന്നെ ഒരു ടോയ്ലറ്റ് വേണമെങ്കിൽ ബാക്കിൽ ചെയ്താലോ എന്ന് ഇന്നലെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ വരച്ചു നോക്കിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്ന നമ്മുടെ ആ ഭിത്തിയുടെ മുകളിലുള്ള സ്ഥലമില്ലേ, നമ്മുടെ മുകളിലുള്ള സ്ഥലത്തേക്കുള്ള എക്സിറ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ റൂമിന് വേണമെങ്കിൽ അതിന്റെ പുറത്തായിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാലോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റൂമിന് സേഫ് ആയിട്ടൊരു ടോയ്ലറ്റ് വേണമെങ്കിൽ പുറത്ത് കിട്ടും. അത് മാത്രമല്ല ഈ റൂമിന് ഒരു പ്രത്യേകത ഉള്ള വെച്ചാൽ ഈ റൂമിന് പുറത്ത് കുറേ ഏരിയ കിട്ടും. കാരണം നമ്മുടെ മുകളിലത്തെ സ്ഥലം ഇവിടെ ആയതുകൊണ്ട് കുറേ ഏരിയയും നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ ഇവിടെ കിട്ടും. ഇവിടെ ടോയ്ലറ്റ് ഈ റൂമിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ റൂമിന് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ റൂമിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, പിന്നെയും പ്ലാൻ മാറി നോക്കിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വലിയൊരു ലിവിങ് ഏരിയ അല്ലേ, താഴെ ലിവിങ് ഏരിയ, മുകളിൽ ലിവിങ് ഏരിയ, ആകെ ഞങ്ങൾ 3 പേരും ഉണ്ട്. ഇത്രയും ലിവിങ് ഏരിയയിൽ എന്ത് ചെയ്യാനായിട്ടാണ് അല്ലേ, അച്ഛനും അമ്മയ്ക്ക് ഇങ്ങോട്ട് കയറാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഈ ബാൽക്കണി ഇവിടെ നിന്ന് തട്ടിക്കളയാം, എന്നിട്ട് ഇവിടെ ബെഡ്റൂം ആക്കാന്ന് വിചാരിച്ചു. ഇവിടെ ബെഡ്റൂം കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാലോ. നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം, ഇവിടെ ബെഡ്റൂം കിട്ടും, ഇവിടെ ഒരു ബെഡ്റൂം, എന്നിട്ട് ഒരു പാസേജ് പോലെ വന്നിട്ട് ഈ ബെഡ്റൂമിലേക്ക് കയറാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ 2 ബെഡ്റൂം ഇവിടെ കിട്ടും, ഇവിടെ ലിവിങ് വന്നു. ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, കിച്ചണിന്റെ അവിടെ മുകളിൽ ടോയ്ലറ്റ് വരാൻ പറ്റില്ല, ഈ ഒരു സ്പേസ്, ഈ വലിയ സ്പേസ് ഞാൻ വിചാരിച്ചു ഓപ്പൺ ടെറസ് ആക്കി ഫ്രണ്ടിലിടാം. അപ്പൊ നമുക്ക് വൈകുന്നേരം ഒക്കെ ഇരിക്കാം, വല്ലതൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ രാത്രിയിൽ വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു ഗ്രില്ലൊക്കെ വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പൊ ലൈറ്റ് ആയിട്ട് വല്ല കോഫി ഉണ്ടാക്കാനോ ടോസ്റ്ററോ അങ്ങനെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ കിച്ചണിലേക്ക്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് അതിലൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിച്ച് പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് നോക്കി കാണുന്ന ഈ വലിയ വിശാലമായ ഏരിയ ആണ് കേട്ടോ. ഈ വിശാലമായ ഏരിയ ഒക്കെ കണ്ട് ഈ മുകളിൽ ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ ഇത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആ പ്ലാൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ നോക്കിയിട്ട് പറയണം. അതായത് ഈ ലിവിങ് ഏരിയ കുറച്ചിട്ട് ഇവിടെ വിശാലമായ ഒരു ബെഡ്റൂം ഇങ്ങനെ കൊടുക്കുന്നു, ഇവിടെ ബാൽക്കണി ഇല്ല, വിശാലമായ ബെഡ്റൂം കൊടുക്കുന്നു, ഈ ബെഡ്റൂമിന്റെ അവിടെ ഒരു ടോയ്ലറ്റ് ഇതിന്റെ അകത്ത് കൊടുക്കുന്നു. ഇനി ഇവിടുന്ന് കയറി വന്നിട്ട് കുഞ്ഞൊരു പാസേജ്, അതായത് ഒരു കോറിഡോർ പോലെ പാസേജ് വന്നിട്ട് ഈ മുറിയിലേക്ക് കയറുന്നു. ഇനി അത് ഇവിടെ വേണേലും കൊടുക്കാം, ഈ പാസേജ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വേണേലും കൊടുക്കാം, ഇവിടെ വേണേലും കൊടുക്കാം. അപ്പൊ ഈ റൂം യൂസ് ചെയ്യാൻ പറ്റും. ഈ റൂം 2 ബെഡ്റൂമായി, ഇവിടെ കുഞ്ഞൊരു ലിവിങ് ഉണ്ട്, അത് മതി. പിന്നെ ഇത് ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് ഇവിടെ കൊടുത്തു. ഇത്രയാണ് നമ്മൾ ചെയ്ത മറ്റൊരു പ്രത്യേകത, ഇതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാന്. നിങ്ങൾ ഈ പ്ലാൻ നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാന്.